ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളും എല്ലാവരും സുഖമായിട്ടിരിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഒരുങ്ങിക്കാണുന്നൊന്നും ഇഷ്ടമില്ല, ചേച്ചി സിമ്പിളായിട്ട് വീട്ടിലിരിക്കുന്ന മോഡലിൽ ഇരിക്കാവുള്ളൂ എന്നൊക്കെ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു കല്യാണത്തിന് പോകാനായിട്ട് ഒരുങ്ങിയിരുന്ന് കഴിഞ്ഞിട്ട് വീഡിയോ കിട്ടപ്പോൾ. അതുകൊണ്ട് ഇന്നിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ അമ്മച്ചീനെയും കൊണ്ടൊന്ന് പുറത്തോട്ടിറങ്ങുവാണേ. പുറത്തോട്ടിറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മച്ചീനെ ഒന്ന് പുറത്ത് കൊണ്ടുപോയിട്ടൊക്കെ ഒത്തിരി ദിവസമായി ഒന്ന് പുറത്ത് കൊണ്ടുപോകണം. പിന്നെ അമ്മച്ചിക്ക് ഒരു ചെറിയൊരു ട്രിപ്പ് ഇടണം, ക്ഷീണം മാറാനായിട്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയായതാണ്. അന്നേരം അമ്മച്ചീനെ കൊച്ചാണ് റെഡിയാക്കുന്ന കാത്തു. ആ സമയത്തിന് വീഡിയോ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചേ. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് ചോദിച്ചാൽ നിങ്ങളൊക്കെ ആവശ്യപ്പെട്ട കാര്യങ്ങളാണ്. എന്നാന്ന് ചോദിച്ചാൽ ഇതുണ്ട്, പല്ലിൻ്റെ വേദന, വായ്പുണ്ണ്, അതുപോലെ തന്നെ മോണെ കൂടെ പഴുപ്പും ബ്ലഡും വരിക, ഭയങ്കരമായിട്ട് വായുനാട്ട്. ഇതിനൊക്കെ എന്തെങ്കിലും ഉണ്ടോ ചേച്ചി, ഒരു മരുന്ന് പറഞ്ഞു തരുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റമൂലി പറഞ്ഞാൽ മതി ചേച്ചി. പലരും പല പേസ്റ്റ് കാര്യങ്ങളൊക്കെ പറയും, പക്ഷെ അതുകൊണ്ടൊന്നും പ്രയോജനമില്ല ചേച്ചി, എന്തെങ്കിലും ഒന്ന് പറയണേന്നും പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റുമേ. അപ്പോൾ ഇന്നത്തേത് നമ്മുടെ വായെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആയിക്കോട്ടെ. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരം വെളുത്ത് എഴുന്നേറ്റ് കഴിയുമ്പോഴേ നമ്മൾ മുഖം കഴുകിയല്ലോ, മുഖം കഴുകി വായിലൊക്കെ വെള്ളം കൊഴിഞ്ഞു കൊള്ളുമല്ലോ. അപ്പോൾ എന്നിട്ടല്ലേ നമ്മൾ കുടിവെള്ളം കുടിക്കത്തുള്ളൂ. അപ്പം നമ്മൾ ഈ വാ കഴുകി കുഴിയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ചെറു ചൂടുവെള്ളം അതിൻ്റെ അകത്തൊരു ലേശം ഉപ്പും കൂടി ഇട്ട് വേണം നമ്മൾ കഴുകാനായിട്ട്. അപ്പം മുഖം ഒന്ന് നോർമലി കഴുകി അത് കഴിഞ്ഞ് വായിക്കകത്ത് ഈ വെള്ളം നന്നായിട്ട് കുലുക്കൊള്ളണം. കുഴിഞ്ഞ് 2-3 പ്രാവശ്യം തുപ്പണം. തുപ്പിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാവേ. നമ്മളൊരു 3-4-5 ഗ്രാമ്പൂ എടുക്കുക, അല്ലെങ്കിൽ ഒരു ഇത്തിരി ഏറെ ഗ്രാമ്പൂ എടുത്തോ, നിങ്ങൾക്ക് പൊടിക്കാൻ എളുപ്പമായിട്ട് ഗ്രാമ്പൂ എടുത്ത് പൊടിക്കുക. ആ കൂട്ടത്തിൽ തന്നെ ഒരു 5-6 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി എരിവ് വേണ്ട. കാരണം ഈ ഗ്രാമ്പൂവിന് നോർമലി ഒരു എരിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തൽ പോണക്കത്തി ഒരു തരം എരിവുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു ചെറിയൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് വായിലിട്ട് കടിച്ചാലും കുറേ നേരത്തേന് ഈ എരിവ് ഇങ്ങനെ കുത്തി നിൽക്കും. അതുപോലെ തന്നെ ഇത് പല്ല് വേദനയ്ക്കൊക്കെ ഈ ഗ്രാമ്പൂ ഒന്ന് ചതച്ചിട്ട് ആ പല്ലിൻ്റെ പോട്ടി വെച്ചിട്ട് കടിച്ച് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേനും കുറച്ച് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ഈ എരിവ് ഇങ്ങനെ ഒരു എഫക്റ്റ് ഇറങ്ങിയിട്ട് നമുക്കൊന്ന് ശമനം കിട്ടും പല്ല് വേദനയ്ക്ക്. അപ്പം ഈ ഗ്രാമ്പൂവിൻ്റെ കൂടെ ഗ്രാമ്പൂ ആയിരിക്കണം ഏറെ. ഗ്രാമ്പൂ ഒരു 10 എണ്ണം ഉണ്ടെങ്കിൽ 3 കുരുമുളകേ എടുക്കാവുള്ളൂ. അപ്പോൾ ആ ഒരു ലെവലിന് നിങ്ങളിത് കണക്കാക്കി എടുത്തോണം. അതുപോലെ തന്നെ എന്ത് വേണമെന്ന് അറിയാമോ, ഒരു ഇച്ചിരി ജീരകം എന്നുവെച്ചാൽ പെരുംജീരകമല്ല, നമ്മുടെ കറി വെക്കുന്ന ജീരകമില്ലേ, കറിയിൽ ചേർക്കുന്ന ചെറിയ ജീരകം, ആ ചെറിയ ജീരകം ഒരു ചെറിയൊരു ടേബിൾ സ്പൂണും കൂടി ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പൊടിച്ചെടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ അങ്ങ് ഭസ്മം പോണൊക്കെ പൊടിക്കണമെന്നൊന്നുമില്ല, എന്നാലും നല്ല രീതിയിൽ പൊടിക്കാൻ പറ്റുന്ന അത്ര രീതിയിൽ നിങ്ങൾ പൊടിച്ചെടുക്കുക. എന്നിട്ട് നിങ്ങൾ വീട്ടിൽ ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത്, ചിലപ്പോൾ ചിലർ വെളിച്ചെണ്ണ ഉപയോഗിക്കും, നല്ലെണ്ണ ഉപയോഗിക്കും, ഏതെണ്ണ വേണേലും നിങ്ങൾ ഉപയോഗിക്കുന്നത്, അതായത് നിങ്ങളുടെ ശരീരത്തിന് യോജിക്കുന്ന എണ്ണ ഏതാണോ ആ എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ ഈ പൊടിച്ച് മിക്സ് ചെയ്ത് അങ്ങോട്ട് പൊടിച്ച് ഇങ്ങനെ ഇളക്കുക. വായിലിതിങ്ങനെ കൊള്ളുന്നതിനാണ് ഓയിൽ സ്പുള്ളിങ് എന്ന് പറയും. അപ്പം നമ്മളിത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇങ്ങനെ ചെയ്തേച്ച് ഇങ്ങനെ ഇളക്കിയേച്ചും കഴിഞ്ഞിട്ട് വായിലോട്ട് ഇത് ഒത്തിരി അങ്ങ് നിറച്ചിങ്ങനെ കൊള്ളണ്ട കേട്ടോ. അപ്പം നമ്മൾ 1 ടേബിൾ സ്പൂൺ എടുത്ത് ഇതിൻ്റെ അകത്തുനിന്ന് 1 ടേബിൾ സ്പൂൺ എണ്ണയെടുത്ത് നമ്മുടെ ഇങ്ങനെ വായിലോട്ട് ഒഴിച്ചിട്ട്, നമ്മൾ തുടക്കക്കാരാകുമ്പോൾ എന്നാ പറ്റും, 1 മിനിറ്റ് അല്ലെ 2 മിനിറ്റ് 3 മിനിറ്റ് കുളിക്കണം. ഇങ്ങനെ നമുക്ക് കുലുക്കി കൊള്ളാൻ പറ്റത്തില്ല. അന്നേരത്തേന് നമ്മുടെ വായും ഇവിടെ എല്ലാം അങ്ങോട്ട് നമുക്ക് മടുക്കും. അതായത് ഒരു വായിക്ക് ഒരു കട്ടുകഴപ്പൊക്കെ പോണക്ക് തോന്നും. അപ്പം നമ്മളിത് കുറച്ച് ദിവസം ആകുമ്പോഴത്തേനും നമുക്ക് പ്രാക്ടീസ് ആകും. അപ്പം ഇന്നൊരു 3 മിനിറ്റ് ആണെങ്കിൽ നാളെ നമുക്കത് 5 മിനിറ്റ് ചെയ്യാം, അടുത്ത ദിവസം 7 മിനിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മളൊരു 10-15 ദിവസം ആകുമ്പോഴത്തേനും നിങ്ങളൊരു 15 മിനിറ്റെങ്കിലും ഇത് ഇങ്ങനെ ഇങ്ങനെ കൂലിക്കൊള്ളാം. ഈ ആദ്യം ഒഴിച്ച 1 ടേബിൾ സ്പൂൺ എണ്ണ മാത്രം വായിലൊഴിച്ചാൽ മതി. പിന്നെ നിങ്ങൾ തുപ്പിക്കളഞ്ഞിട്ട് വേറെ ഒഴിക്കാൻ നിൽക്കണ്ട. പിന്നെ നിങ്ങൾക്ക് 20 മിനിറ്റൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ നിങ്ങൾ ചെയ്തോ. വായിക്കൊരു എക്സസൈസും ആകും. ഒട്ടിയ കവിളൊക്കെ ഉണ്ടല്ലോ, ഒന്ന് വീർത്തിട്ടൊന്ന് മിനിയൊക്കെ വരുമൊക്കെ ചെയ്യും കേട്ടോ. ഇങ്ങനെ നിങ്ങൾ കുലിക്കൊഴിഞ്ഞ് കളഞ്ഞിട്ട് വീണ്ടും ചെറിയ ചൂടുവെള്ളത്തിൽ വാ കഴുകിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പല്ല് തേക്കുമല്ലോ, അപ്പം പേസ്റ്റ് ഉപയോഗിക്കണ്ട. അപ്പം പല്ലിന് ഇത് കയറി കളർ പിടിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന നാടൻ മഞ്ഞൾ മേടിച്ച് പൊടിച്ച പൊടിയെ, അല്ലെങ്കിൽ നിങ്ങൾ മില്ലി ചോദിച്ചാൽ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റായിട്ട് തോന്നുന്ന ഏത് മഞ്ഞൾപ്പൊടിയാണോ അത് മേടിക്കാം. ആ മഞ്ഞൾപ്പൊടിക്കകത്തോട്ട് ഒരു 2 ഞുള്ള് ഒത്തിരി ഉപ്പ് ഒഴിച്ചിട്ടിട്ട്, എന്നുവെച്ചാൽ ഉപ്പുനീര് വേണമെങ്കിൽ ഒഴിച്ചെടുക്കാം, കുഴച്ചെടുക്കണം ഈ മഞ്ഞൾപ്പൊടി. അല്ലെങ്കിൽ ഉപ്പുപൊടി ഇട്ടിട്ട് ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്തിട്ട് ഇങ്ങനെ പല്ല് തേക്കുക. ഇങ്ങനെ നമ്മൾ പല്ല് തേച്ചിട്ട് വീണ്ടും ഇങ്ങനെ മുക്കിയിട്ട്
ഇങ്ങനെ സർക്കിൾ പോകണക്ക് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ഒരു 5 മിനിറ്റ് നിങ്ങൾ ഇങ്ങനെ അകവും പുറവും തേക്കുക. തേച്ചിട്ട് വേണമെങ്കിൽ കുലുക്കൊഴിഞ്ഞ് കളഞ്ഞിട്ട് ചുമ്മാ ബ്രഷിനൊന്ന് ബ്രഷ് ചെയ്തോളുക. എൻ്റെ വെച്ചാൽ പല്ലിൻ്റെ ഇടയിലൊക്കെ ചിലപ്പോൾ ഈ മഞ്ഞളിൻ്റെയൊക്കെ ഒരു അംശം പല്ലിന് വിടവുള്ളവരുടെയൊക്കെ കീറിയിരിക്കും. അപ്പം പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ആൾക്കാർ ഓർക്കും ഭക്ഷണം കഴിച്ചതിൻ്റെ ബാലൻസ് ഇരിക്കുവാന്ന് ഓർക്കും. അപ്പോൾ ഒന്ന് കുലുക്കൊഴിഞ്ഞ് കളഞ്ഞു. ഒരു വായിക്കും മണോ സ്മെല്ലോ ഇതിപ്പോൾ നിങ്ങൾ ഓർത്തിരുന്നു പല്ല് വേദന മാറിക്കിട്ടും എന്നുവെച്ചാൽ മെയിനായിട്ടും വായ്പുണ്ണ്. എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ 2-3 പ്രാവശ്യം ഇങ്ങനെ ചില്ലു പോണക്കത്തെ ഓരോരോ കൊമളകൾ ഇങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെ ഈ നാക്കിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇത് വന്നിട്ട് നമുക്ക് വെള്ളം ഇറങ്ങാൻ പോലും മേലാത്ത ഓണക്ക് വേദനയാണ്. ചില സമയത്ത് ഇതങ്ങോട്ട് പൊട്ടിക്കഴിഞ്ഞാൽ തോലെല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ, വായിക്കാവൊക്കെ അങ്ങോട്ട് ചുമന്നിരിക്കും, ബ്ലഡ് വരെ വരും നമ്മളിങ്ങനെ നാക്കിങ്ങനെ വടിക്കുന്ന സമയത്തൊക്കെ. അതുപോലെ ഇതിന് വായ്പുണ്ണിന് നല്ലതാണ്, മോണപഴുപ്പിന് നല്ലതാണ്, ബ്ലഡ് വരുന്നതിന് നല്ലതാണ്, പല്ല് വേദനയ്ക്ക് നല്ലതാണ്. ഇതെല്ലാം ഒരൊറ്റ മെഡിസിനിലാണ് കൂട്ടിക്കണം കേട്ടോ. അതുപോലെ തന്നെ വായിനാറ്റം നമ്മൾ എങ്ങനെ പല്ല് തേച്ചിട്ട് ബ്രഷ് ചെയ്ത് പുറത്തോട്ടിറങ്ങിയാലും ഒരു ശകല സമയം കഴിയുമ്പോഴത്തേനും ആൾക്കാരോട് വർത്തമാനം പറയുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് സ്മെല്ല് വായിൽ നിന്ന് വരും. അതിൻ്റെ എല്ലാം മാറിക്കിട്ടും കേട്ടോ. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, ഇങ്ങനെ ചിലർ നമ്മളോട് അത്ര അടുപ്പമുള്ളവരാണ് പറയും ഇത് പല്ലിന് വല്ല പോറുണ്ടോ, വായിക്കുന്നു നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ, ഒരു ദന്ത ഡോക്ടറെ കാണിക്കണമെന്ന് പറയും. അപ്പം ചിലർ നമ്മളോട് പറയാനുള്ള മടി കൊണ്ട് മിണ്ടത്തിൽ അവർ കടിച്ചു പിടിച്ച് നിൽക്കും. അപ്പം നിങ്ങൾ ഇതൊന്ന് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ വൈകിട്ടും കാര്യമുണ്ട് കേട്ടോ. വൈകിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ ഒരു പ്ലാവിലയുടെ ഒരു കഷ്ണം പീസ് എടുക്കുക, ഒരു മാവിലയുടെ ഒരു കുഞ്ഞു കഷ്ണം പീസും എടുത്ത് നേരത്തെ വെച്ചേക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒരു അടയാളം കാണിച്ചു തരാം. ഇതെല്ലാം നിങ്ങൾക്ക് ഈ മാവിലയും പ്ലാവിലെയൊക്കെ അറിയാവുന്നതുകൊണ്ട് വെറുതെ എടുത്തു വെച്ച് നിങ്ങൾ ഇതിൻ്റെ എല്ലാം എടുത്ത് ഓരോ കൂട്ടം കാണിച്ച് നിങ്ങൾക്ക് സമയം കളയേണ്ട കാര്യമില്ലല്ലോ. ഇതൊരു പ്ലാവിലയാണെന്ന് വിചാരിക്കുക. ഇതിങ്ങനെ നടുവേ കീറിയിട്ട് ഇത്രയും ഒരു പീസ് ഇത്രയും തന്നെ മാവിൻ്റെ ഇല എടുത്ത് നേരത്തെ വെച്ചേക്കാം. നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും പറമ്പ് വഴി കാണും. എന്ന് വെച്ചിട്ട് വൈകിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ പൊടിച്ചു വെച്ചേക്കുന്ന ഗ്രാമ്പും കുരുമുളകും ഉപ്പുപൊടിയും കൂടെ പൊടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ ഈ വായിൽ എണ്ണ ഒഴിച്ച് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്ന അതിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ടില്ലേ, അത്രയും സാധനം എടുക്കണം ശകലം. എന്ന് വെച്ചിട്ട് ഈ ആദ്യമേ തന്നെ ഈ മാവിലയും പ്ലാവിലയും കൂടെ എന്നാ ചെയ്യണം, നമ്മൾ വായിലോട്ട് ഇട്ടിട്ട് ഞാൻ കടിച്ച് ചവച്ചൊരു മയം വരുത്തണം, ഒരു പഞ്ഞിപ്പരുവാകും. അപ്പോൾ എന്ത് ചെയ്യണം, ഈ നമ്മൾക്ക് ഒരു കൈ കൊണ്ട് ഞുള്ളി ഈ പൊടിച്ചു വെച്ച മിക്സും കൂടെ ഇതിൻ്റെ കൂടെ കൂട്ടിയിട്ട് വേണം രാത്രിയിൽ ഇങ്ങനെ പല്ല് തേച്ച് ബലത്തി പല്ല് തേക്കണം. നമ്മുടെ പല്ലുകൾ എളുപ്പം നിളകി പോണതും മോണയെന്നുള്ള പഴുപ്പ് വരവും ഒക്കെ നിൽക്കും. ചിലർ പറയല്ല എന്നാ നടത്തില്ല പല്ലിന് ഭയങ്കര വേദന, പല്ലിങ്ങനെ ഊരി വരുന്നു, പല്ലിന് മുറുക്കമില്ലെന്നോ. ഉറപ്പായിട്ട് നിങ്ങളുടെ അതെല്ലാം മാറി ഒരു 75 വയസ്സ് വരെ ഉണ്ടല്ലോ പല്ല് ആരോഗ്യത്തോടെ നിൽക്കും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. അപ്പം ഇതിങ്ങനെ എന്നിട്ട് തേച്ചിട്ട് ഇങ്ങനെ ഓരോ പല്ലെ കൂടെ പിടിച്ച് ഇങ്ങനെ പിടിച്ച് മുറുക്കി ഒന്ന് വിട്ടേക്കണം. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ തേച്ച് കഴുകി വാകുലുക്കുഴിഞ്ഞ് നിങ്ങൾ കിടന്നോളുക കേട്ടോ. അപ്പം നാക്ക് ക്ലീൻ ചെയ്യുന്നവരാണെങ്കിൽ സെപ്പറേറ്റ് അത് നിങ്ങൾ ഉപയോഗിക്കുന്ന എന്താണോ നാക്ക് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ഇപ്പം എല്ലാവർക്കും കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. ഞാൻ ഈ പറഞ്ഞ മിക്സ് എല്ലാം നിങ്ങൾക്കറിയാം. അപ്പം അതിൻ്റെ ഓരോ അളവും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ അളവ് അനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ഇത് ഉറപ്പായിട്ട് നിങ്ങളുടെ വായുടെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുവേ. അപ്പം ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കേ.